എത്ര പറഞ്ഞാലും മതി വരാത്തൊരു വാക്യം. ഫിലിപ്പിയർ 4:12. പുതുവർഷത്തിൽ ഈ 1-ാം തീയതി രാവിലെ ഇത് വായിക്കുക. ഏറ്റവും ലളിതമായ തർജ്ജിമയിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. ഈ വർഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാരും ദരിദ്രരാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ലോകത്തിൽ ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹം മാത്രം പ്രതീക്ഷിക്കാം, നല്ലതും മാത്രം പ്രതീക്ഷിക്കാം, അഭിവൃദ്ധി മാത്രം പ്രതീക്ഷിക്കാം, സന്തോഷം മാത്രം പ്രതീക്ഷിക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ അതിനകത്തൊരു ചെറിയ ചതിയുണ്ട്. ഏകദേശം 20,000 അധികം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടാകാം. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്ത് പോകുന്നു. 1,00,000 പേര് ഇത് കേൾക്കുന്നുണ്ടാവും. അതിനകത്ത് എത്രയോ പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നു, എത്രയോ പേര് മാസങ്ങളായിട്ട് ഹോസ്പിറ്റൽ വാസം നയിക്കുന്നു. എന്നാൽ അനേക നാളുകളായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത ഒത്തിരി പേരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പം നമ്മൾ ഈ വചനത്തെ തള്ളിക്കളയണ്ട. ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. നമുക്കിന്ന് രാവിലെ പുതിയ വർഷത്തിൽ പറയാം, എനിക്ക് ദൈവം നന്മ തരും, എനിക്ക് ദൈവം സമൃദ്ധി തരും, എനിക്ക് ദൈവം സന്തോഷം തരും. എന്നാൽ ചിലപ്പോൾ സന്തോഷമില്ലാത്ത അവസ്ഥയും സമൃദ്ധിയില്ലാത്ത അവസ്ഥയും ആരോഗ്യക്കുറവുള്ള അവസ്ഥയും എൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തെ അതിജീവിക്കുവാൻ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ ആവശ്യമുള്ള കൃപ കർത്താവേ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിത് പ്രാർത്ഥനയാൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ വചനം എന്തു പറയുന്നു എന്ന് വളരെ ആധികാരികമായി നമ്മുടെ മനസ്സിൽ നാം തന്നെ എഴുതി ചേർത്താലേ നമുക്ക് ആ നിലയിൽ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുകയുള്ളൂ. നീ വാലല്ല തലയാകും, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും, നീ വായ്പ വാങ്ങുകയില്ല, വായ്പ അനേകർക്ക് കൊടുക്കും, നിനക്ക് സമൃദ്ധി ഉണ്ടാകും എന്നിങ്ങനെയുള്ള നൂറുകണക്കിന് വചനങ്ങൾ ബൈബിളിലുണ്ട്. അത് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് പ്രോമിസ് വേർഡെന്നും പറഞ്ഞ് ഈ ന്യൂ ഇയറിൽ കൊടുക്കുന്നത്. എന്നാൽ അതിനകത്ത് പ്രോമിസ് വേർഡ് മാത്രമേ ഉള്ളൂ എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. ബൈബിളിൽ നിന്ന് പ്രോമിസ് വേർഡ് സെലക്ട് ചെയ്താണ് ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ എന്തെല്ലാം സങ്കടങ്ങളിലൂടെ നമ്മുടെ കൂട്ടത്തിൽ പലരും കടന്നുപോയി. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഏത് സാഹചര്യം എനിക്ക് നേരിട്ടാലും എൻ്റെ കർത്താവ് ഉള്ളതുകൊണ്ട് ഞാനതിനെ സന്തോഷത്തോടെ അതിജീവിക്കും. ആമേൻ.